കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെ പ്രവർത്തന പുസ്തകം ആയിരുന്നു നോക്കിയത്. അതിലെ ബാക്കി പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം. പ്രവർത്തനം 6. ഇവിടെ കണ്ട കുളത്തിന്റെ ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. ഇവിടെ കുളത്തെ കുറിച്ചിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. കുളം ഒരു ജലസ്രോതസ്സാണ്. ചെറുതും വലുതുമായ കുളങ്ങളുണ്ട്. താമര, ആമ്പൽ, പായൽ തുടങ്ങിയ ജലസസ്യങ്ങൾ കുളത്തിലുണ്ട്. തവള, മീൻ, ആമ തുടങ്ങിയ ജലജീവികളെയും കാണാം. കുളിക്കാനും അലക്കാനും കൃഷിക്ക് നനയ്ക്കാനും കുളം ഉപയോഗിക്കുന്നു. മൃഗങ്ങളും പക്ഷികളും മറ്റും കുളത്തിലെ വെള്ളം പ്രയോജനപ്പെടുത്തുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. കുളം ഒരു ജലസ്രോതസ് ആണല്ലോ. ഏതൊക്കെയാണ് ജലസ്രോതസ്സുകള്? കുളം, പുഴ, തോട്, അരുവി, കായൽ, കിണർ, മഴവെള്ളം, ഇതൊക്കെയാണല്ലേ ജലസ്രോതസ്സുകള്. അപ്പൊ നിങ്ങളുടെ പ്രദേശത്തുള്ള ഏതെങ്കിലും ഒരു ജലസ്രോതസ്സിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്കിവിടെ കിണർ എഴുതാം. കിണർ ഒരു ജലസ്രോതസ്സാണ്. സ്വകാര്യ കിണറും പൊതുകിണറുമുണ്ട്. കിണറിലെ വെള്ളം കുടിക്കുന്നതിനും കുളിക്കുന്നതിനും ചെടികൾ നനയ്ക്കുന്നതിനും മറ്റു വീട്ടാവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നു. കിണർ വെള്ളം ശുദ്ധമാണ്. അതിനാൽ ചുറ്റുമതിൽ കെട്ടി വലയിട്ട് മൂടി സംരക്ഷിക്കുന്നു. ഇങ്ങനെ എഴുതാം കേട്ടോ. പ്രവർത്തനം 7. മുങ്ങുമോ പൊങ്ങുമോ ഊഹിച്ചെഴുതാം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. വസ്തുക്കൾ ഊഹം കണ്ടെത്ത്. എന്ത് ചെയ്യണം? നിങ്ങൾ ഒരു ബക്കറ്റില് വെള്ളം നിറച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോ വസ്തുക്കള് നിങ്ങൾ വെള്ളത്തിലിട്ട് നോക്കുക കേട്ടോ. അത് മുങ്ങുകയാണോ ചെയ്യുന്നത് പൊങ്ങുകയാണോ ചെയ്യുന്നത് എന്ന് പരീക്ഷിച്ച് നോക്കുക. എന്താണ്? വസ്തുക്കൾ ഇടുന്നതിന് മുന്നേ, വെള്ളത്തിൽ ഇടുന്നതിന് മുന്നേ നിങ്ങളുടെ ഒരു ഊഹം എഴുതണം കേട്ടോ. അതായത് ആ വസ്തു വെള്ളത്തിൽ താഴ്ന്നു പോവോ അതോ പൊങ്ങിക്കിടക്കുകയാണോ ചെയ്യുക എന്നുള്ള നിങ്ങളുടെ ഊഹം അവിടെ എഴുതണം. പിന്നെ അത് വെള്ളത്തിലിട്ടതിന് ശേഷം എന്താണ് നിങ്ങൾ കണ്ടെത്തിയത്, അത് കണ്ടെത്തൽ എന്നുള്ള കോളത്തിൽ എഴുതുക കേട്ടോ. ഇവിടെ ചുവടെ നോക്കൂ. ഒരു ചിത്രത്തില് കുട്ടികൾ കണ്ടോ എന്താ ചെയ്യുന്നത്? ഓരോ വസ്തുക്കള് എന്താണ് വെള്ളത്തിലിട്ട് നോക്കുകയാണ് അല്ലെ. ബക്കറ്റിൽ വെള്ളം നിറച്ച് അതിലിട്ട് നോക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. എന്തൊക്കെയാ ഇട്ട് നോക്കുന്നത് എന്നുള്ളത് നോക്കുക കേട്ടോ. എന്തൊക്കെയാണ്? പെൻസിൽ ഉണ്ട്, ക്യാരറ്റ്, ഇല, സ്കെയില്, ഇറേസർ, അങ്ങനെ ധാരാളം വസ്തുക്കളുണ്ട് കേട്ടോ. അതില് ആദ്യം നമുക്ക് കണ്ട പട്ടികയിൽ നോക്കൂ. ഒരു വസ്തു നമുക്ക് തന്നിട്ടുണ്ട്, ഇല എന്ന് അല്ലെ. അത് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാല് താഴ്ന്നു പോവോ പൊങ്ങിക്കിടക്കുവോ എന്നുള്ളത് നിങ്ങളുടെ ഊഹം ഒന്ന് അവിടെ എഴുതണം കേട്ടോ. നിങ്ങളുടെ ഊഹമാണ് എഴുതേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യുക? കണ്ടെത്തൽ നമുക്കൊന്ന് എഴുതാം. കണ്ടെത്തൽ എന്തായിരിക്കും? ഇല താഴ്ന്നു പോവുകയാണോ ചെയ്യുക പൊങ്ങിക്കിടക്കുകയാണോ ചെയ്യുക എന്നുള്ളത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം. അതെന്താ ചെയ്യാ? പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുക കേട്ടോ. അടുത്തത് നമുക്ക് പെൻസില് എഴുതാം. പെൻസിൽ എന്താ ഉണ്ടാവുക? നിങ്ങളുടെ ഊഹം നിങ്ങൾ എഴുതാം. പെൻസില് പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുക. അടുത്തത് സ്കെയില് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ് ചെയ്യുക. അടുത്തത് കല്ല് എഴുതാം. കല്ല് മുങ്ങിക്കിടക്കുകയാണ് ചെയ്യുക. ചോക്ക് വെള്ളത്തില് മുങ്ങിക്കിടക്കും. പച്ചമുളക് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുക. പന്ത് പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുക. ഇതൊക്കെ നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. പരീക്ഷണത്തിന്റെ പേര് എന്നാണ് കേട്ടോ. പരീക്ഷണത്തിന്റെ പേര് എന്താണ്? മുങ്ങുമോ പൊങ്ങുമോ. ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ്? ആവശ്യമായ സാധനങ്ങൾ: ഒരു ബക്കറ്റ് വെള്ളം, പരീക്ഷണത്തിന് ആവശ്യമായ വസ്തുക്കൾ, ഇല, സ്കെയില്, പെൻസില്, കല്ല്, ചോക്ക് അല്ലെ. നമ്മൾ എന്തൊക്കെയാണോ പരീക്ഷണത്തിന് ഉപയോഗിക്കുന്നത് ആ വസ്തുക്കളെല്ലാം. പരീക്ഷണം ചെയ്യുന്ന വിധം, നമ്മൾ ഇതെങ്ങനെയാണ് പരീക്ഷണം ചെയ്യുന്നത് എന്ന് അവിടെ എഴുതാനാണ് കേട്ടോ. ഒരു ബക്കറ്റിൽ നിറയെ വെള്ളം എടുക്കുക. വെള്ളത്തിൽ മുങ്ങിപ്പോകുമോ പൊങ്ങിക്കിടക്കുമോ എന്നറിയേണ്ട വസ്തുക്കൾ ഓരോന്നോരോന്നായി വെള്ളത്തിൽ ഇട്ട് നോക്കുക. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതും മുങ്ങിപ്പോകുന്നതുമായ വസ്തുക്കൾ വേർതിരിച്ചെഴുതി പട്ടികപ്പെടുത്തുക. ഇതല്ലേ നമ്മൾ പരീക്ഷണം ചെയ്യുന്ന വിധം. ഇനി എന്റെ കണ്ടെത്തൽ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. എന്താണ് അതൊന്ന് മനസ്സിലായത്? ചില വസ്തുക്കൾ താഴ്ന്നു പോകുന്നു, ചില വസ്തുക്കൾ പൊങ്ങിക്കിടക്കുന്നു അല്ലെ. അത് എന്തുകൊണ്ടാണ്? ഭാരം കൂടിയ വസ്തുക്കൾ വെള്ളത്തിൽ താണു കിടക്കുന്നു, ഭാരം കുറഞ്ഞ വസ്തുക്കൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. പ്രവർത്തനം 8. മഴ തോർന്നാലും മരം പെയ്യും. ഇതുപോലുള്ള മഴച്ചൊല്ലുകൾ കണ്ടെത്തി എഴുതാം. ഇതാണ് കേട്ടോ പ്രവർത്തനം. അപ്പൊ നമുക്കൊന്ന് പറയാം. ഏതൊക്കെയാണ്? മകരത്തിൽ മഴ പെയ്താൽ മലയാളം മുടിയും. കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും നെല്ല്. മീനത്തിൽ മഴ പെയ്താൽ മീനിനും കൂടി ഇരയില്ല. തിരുവാതിരയിൽ തിരിമുറിയാതെ. ചിങ്ങത്തിലെ മഴ ചിണുങ്ങി ചിണുങ്ങി. അത്തം കറുത്താൽ ഓണം വെളുക്കും. ഇങ്ങനെയൊക്കെ എഴുതുക കേട്ടോ. പ്രവർത്തനം 9. വരയ്ക്കാം എഴുതാം. എത്ര മനോഹരമാണ് നമ്മുടെ നാട്. നിങ്ങളുടെ പ്രദേശത്തെ കുറിച്ച് എഴുതി നോക്കാം. ചിത്രം വരച്ചു നിറം നൽകുകയും ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്റെ നാട് ഇതിനെ കുറിച്ചാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. അപ്പൊ അവിടെ ആദ്യം ചിത്രം വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? നാടിനെ കുറിച്ചൊന്ന് എഴുതുക കേട്ടോ. അപ്പൊ നമുക്ക് എന്തൊക്കെ എഴുതാം? എന്റെ നാട് വളരെ മനോഹരമാണ്. പച്ച വിരിച്ച നെൽപ്പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും പുഴകളും തോടുകളും കുന്നുകളും
മലകളും കാടുമുള്ള എന്റെ നാട് കാണാൻ നല്ല ചേലാണ്. അവിടെ ധാരാളം പക്ഷികളും ജീവികളും വസിക്കുന്നുണ്ട്. ഇവയെല്ലാമുള്ള എന്റെ നാട് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇതുപോലെ എഴുതുക കേട്ടോ. പ്രവർത്തനം 10 വായിക്കാം രസിക്കാം. സമ്മാനം. അമ്മുവിന് അമ്മാവൻ സമ്മാനം കൊണ്ടുവന്നു. വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ സമ്മാനം. അമ്മു കടലാസ് നീക്കി പെട്ടി തുറന്നു. ഹായ് JCB. അമ്മു സ്വിച്ചിൽ വിരലമർത്തി. ഷിർ. അമ്മു കയറിക്കോളൂ, മണ്ണടിക്കാൻ പോകാം. അമ്മു ചാടിക്കയറി. കുന്നിന് താഴെ എത്തി. തുമ്പിക്കൈ മണ്ണിലേക്കിറങ്ങി. അതാ കുന്ന് ഇടിഞ്ഞു വരുന്നു. മരവും ചെടിയും വീടും എല്ലാം ഉണ്ട്. ആ കുന്നിലെ മരങ്ങൾ ആടിയുലഞ്ഞു മറിഞ്ഞു വീഴുന്നു. വീടുകൾ തകർന്നു തരിപ്പണമാകുന്നു. കൂട്ട നിലവിളി. അയ്യോ രക്ഷിക്കണേ. എന്തു പറ്റി അമ്മു? സ്വപ്നം കണ്ടോ? അവൾ കണ്ണു തിരുമ്മി ചുറ്റും നോക്കി. അതാ ചിരിച്ചുകൊണ്ട അമ്മ മുന്നിൽ. കയ്യിലൊരു പൊതിക്കെട്ട്. അമ്മു പൊതി അഴിച്ചു. ഒരു JCB. അപ്പൊ എന്താ ഇവിടെ അമ്മു കണ്ടൊരു സ്വപ്നമാണ് അല്ലെ. അമ്മുവിന്റെ അമ്മാവൻ ഒരു സമ്മാനം കൊണ്ടുവന്നു. അത് തുറന്നു നോക്കിയപ്പോ എന്താ കണ്ടത്? ഒരു JCB ആയിരുന്നു അല്ലെ. JCB ആയിട്ട് കുന്നിന്റെ താഴെ പോയിട്ട് മണ്ണ് മാന്തി. അപ്പൊ എന്താ ഉണ്ടായി? അതിന്റെ മുകളിൽ ഉണ്ടായിരുന്ന വീടും ചെടിയും മരവും ഒക്കെ വീണു അല്ലെ. അപ്പൊ അമ്മു പേടിച്ചിട്ട് ഉറക്കെ കരയുകയാണ് അല്ലെ. അയ്യോ രക്ഷിക്കണേന്ന്. അപ്പോഴാണ് മനസ്സിലായത് എന്താ അമ്മു സ്വപ്നം കണ്ടതായിരുന്നു അല്ലെ. അപ്പൊ അമ്മുവിന്റെ അമ്മ വന്നിട്ട് എന്താ ചോദിക്കണേ? എന്ത് പറ്റി അമ്മു? സ്വപ്നം കണ്ടോ എന്ന് ചോദിച്ചു അല്ലെ. അപ്പൊ അമ്മള് കണ്ണ് തുറന്നു നോക്കിയപ്പോ അമ്മയുടെ കയ്യിൽ എന്താ കണ്ടത്? ഒരു പൊതിക്കെട്ട് കണ്ടു അല്ലെ. അത് തുറന്നു നോക്കിയപ്പോഴോ എന്തായിരുന്നു? ഒരു JCB ആയിരുന്നു. ഇതോടുകൂടി ഈ പാഠം കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ പാഠവുമായിട്ട് കാണാം. ഓക്കെ, ബൈ.